നമസ്കാരം, എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു സീരീസ് ഓഫ് ക്ലാസ്സുകളാണ്. അതിൽ തന്നെ കഴിഞ്ഞ ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഫിലോസഫിക്കൽ പാർട്ടിൻ്റെ തത്വചിന്താപരമായിട്ടുള്ള ഭാഗത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഭാഗമാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിനെതിരായി ഭരണഘടന ഉറപ്പു നൽകുന്ന കോടതി വഴി സ്ഥാപിച്ചെടുക്കുവാൻ കഴിയുന്ന അവകാശങ്ങളെയാണ്, പൗരൻ അല്ലെങ്കിൽ വ്യക്തിക്ക് നൽകിയിട്ടുള്ള അവകാശങ്ങളെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ, സ്റ്റേറ്റിനെതിരെ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്താണ് സ്റ്റേറ്റ് എന്ന് പല ഭാഗങ്ങളിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ സംസ്ഥാനങ്ങളാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. എന്താണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഭരണകൂടം എന്ന് പറയുന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റേറ്റിനെതിരെ ഭരണഘടന ഉറപ്പു നൽകുന്ന കോടതി വഴി സ്ഥാപിച്ചെടുക്കുവാൻ കഴിയുന്ന അവകാശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉണ്ടാവും, എന്താണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഭരണകൂടം എന്ന് പറയുന്നത്? അതിനെ ഭരണഘടന വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിർവചിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെയാണ്. അതിൽ തന്നെ മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 14 മുതൽ 32 വരെയാണ്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 12 എന്തിനെക്കുറിച്ച് പറയുന്നത്, എന്താണ് ഒരു സ്റ്റേറ്റ് എന്ന ഭരണഘടന നിർവചിക്കുന്നത് എവിടെയാണ്, അത് ആർട്ടിക്കിൾ 12 ആർട്ടിക്കിൾ 12 നിങ്ങൾക്കിവിടെ ബോർഡിൽ കാണാം. ആർട്ടിക്കിൾ 12 ഇങ്ങനെയാണ് സ്റ്റേറ്റിനെ നിർവചിച്ചിരിക്കുന്നത്. ഒന്നാമത്തേതായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ്, ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റേറ്റ് ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റേറ്റ് ആണ്. മാത്രമല്ല പാർലമെന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത്, പാർലമെന്റ് എന്ന് പറയുമ്പോൾ ലോകസഭ വരും, രാജ്യസഭ വരും, രാഷ്ട്രപതി ഭവൻ വരും. ഇത് മൂന്നും കൂടി ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുക. ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി ഭവൻ, ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുക, പാർലമെന്റ് എന്ന് പറയുക. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് എന്താണ്, അതും സ്റ്റേറ്റിന്റെ ഭാഗമാണ്. അപ്പോൾ കേന്ദ്രത്തിൽ എന്ത് വന്നു, കേന്ദ്ര ഗവൺമെന്റ് വന്നു, പാർലമെന്റ് വന്നു. സംസ്ഥാനങ്ങൾ എടുക്കുകയാണെങ്കിൽ എന്താണ്, സംസ്ഥാന ഗവൺമെന്റുകൾ ഉണ്ടാവും, സ്റ്റേറ്റ് ഗവൺമെന്റ്സ്, സംസ്ഥാന ഗവൺമെന്റുകൾ. അതും എന്താണ്, സംസ്ഥാന ഗവൺമെന്റുകൾ എന്ന് പറയുന്നതും എന്താണ്, സ്റ്റേറ്റിന്റെ ഭാഗമാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും എന്താണ്, ഈ പറയുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നതിന്റെ നിർവചനത്തിൽ വരും. പാർലമെന്റ് എന്തിൽ വരും, സ്റ്റേറ്റിന്റെ നിർവചനത്തിൽ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ, നമ്മളുടെ നിയമസഭ എന്ന് പറയുന്നത്, നിയമസഭ അതായത് നമ്മളുടെ MLA ഇരിക്കുന്ന, സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുന്ന നിയമസഭ അഥവാ ലെജിസ്ലേറ്റീവ് അസംബ്ലികൾ എന്ന് പറയുന്നതും എന്തിൻ്റെ പരിധിയിൽ വരും, അതും ഈ പറയുന്ന ആർട്ടിക്കിൾ 12 പരിധിയിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നതിൻ്റെ നിർവചനത്തിൽ വരും. ഇത് മാത്രമല്ല പിന്നെ എന്താണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇവയെല്ലാം എന്തിൻ്റെ പരിധിയിൽ വരും, ഇവയും സ്റ്റേറ്റ് എന്ന് പറയുന്നതിൻ്റെ നിർവചനത്തിൻ്റെ കീഴിലായിട്ട് വരും. സർക്കാർ സ്ഥാപനങ്ങൾ, എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും എന്തിൻ്റെ പരിധിയിൽ വരും, സർക്കാർ സ്ഥാപനങ്ങൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, ഇവയെല്ലാം എന്തിൻ്റെ പരിധിയിലാണ് വരുന്നത്, സ്റ്റേറ്റ് എന്ന് പറയുന്നതിൻ്റെ നിർവചനത്തിലാണ് വരുന്നത്. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നിയമപരമായിട്ടുള്ള സ്ഥാപനങ്ങളും അല്ലാത്തതുമായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. ഈ പറയുന്ന നിയമപരമായിട്ടുള്ള സ്ഥാപനങ്ങളും അല്ലാത്ത സ്ഥാപനങ്ങളും എല്ലാം എന്തിൻ്റെ പരിധിയിലാണ് വരുന്നത്, സ്റ്റേറ്റ് എന്ന് പറയുന്നതിൻ്റെ നിർവചനത്തിൽ വരും. ഇത് മാത്രമല്ല ചില പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ എന്തിൻ്റെ പരിധിയിൽ വരും, ഈ പറയുന്ന സർക്കാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നതിൻ്റെ പരിധിയിൽ വരും. എങ്ങനെയുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ്, എല്ലാ പ്രൈവറ്റ് സ്ഥാപനങ്ങളും വരില്ല. ഗവൺമെന്റിന്റെ ഉപകരണങ്ങളായി പ്രവർത്തിക്കുന്ന, ഗവൺമെന്റിന് വേണ്ടി ചില വർക്കുകൾ എടുക്കുന്ന, ഗവൺമെന്റിന്റെ ഉപകരണങ്ങളായത് ഇൻസ്ട്രുമെന്റ് ഓഫ് ഗവൺമെന്റ് എന്നുള്ളതാണ്. അതൊരു കോടതി വിധി പ്രകാരമാണ് ഈ പറയുന്ന ഗവൺമെന്റിന് ഉപകരണമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ സ്റ്റേറ്റിന്റെ ഭാഗമായി വരുമെന്ന ഒരു കോടതി വിധിയിലൂടെയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുന്നത്. അപ്പൊ എന്താണ്,
ഗവൺമെന്റിന്റെ ഉപകരണമായിട്ട് പ്രവർത്തിക്കുന്ന, ദ ഇൻസ്ട്രുമെന്റ് ഓഫ് ഗവൺമെന്റ് എന്നാണ് അതിൽ പറയുന്നത്. ഗവൺമെന്റിന്റെ ഉപകരണമായി പ്രവർത്തിക്കുന്ന, ഗവൺമെന്റിന് വേണ്ടി പണിയെടുക്കുന്ന ചില പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്. ഇവയും എന്തിന്റെ പരിധിയിലാണ് വരുന്നത്? ഇവയും സ്റ്റേറ്റ് എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷന്റെ അകത്താണ് വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ പാർലമെന്റ്, സംസ്ഥാന ഗവൺമെന്റ്, സംസ്ഥാന നിയമസഭകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സർക്കാർ ആൻഡ് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഏറ്റവും അവസാനമായിട്ട് ഗവൺമെന്റിന്റെ ഉപകരണമായിട്ട് പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങൾ. ഇവയെല്ലാം എന്തിന്റെ പരിധിയിലാണ് വരുന്നത്? ഇവയെല്ലാം വരുന്നത് ഈ പറയുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നതിന്റെ നിർവചനത്തിൽ. ഇത്രയും കാര്യങ്ങളെയാണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന നിർവചിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനം, ഈ പറയുന്ന ഈ 8 ഇതിന്റെ കീഴിൽ വരുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനം നിങ്ങളുടെ മൗലികാവകാശങ്ങളെ ലംഘിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് നേരിട്ട് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കുവാനായിട്ട് കഴിയും. ഈ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒരു പൗരന്റെ മൗലികാവകാശങ്ങളെ ലംഘിക്കുന്ന പക്ഷം ആ പൗരൻ എന്ത് ചെയ്യാൻ കഴിയും? നേരിട്ട് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാം. എന്തിനു വേണ്ടി? അവന്റെ നഷ്ടപ്പെട്ട മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി. അതാണ് നമ്മൾ ഈ പറയുന്ന മൗലികാവകാശങ്ങളുടെ ഡെഫിനിഷനായിട്ട് പറഞ്ഞത്. സ്റ്റേറ്റിനെതിരായിട്ട് എന്താണ് പറയുന്നത്? സ്റ്റേറ്റിനെതിരായിട്ട് ഭരണഘടന ഉറപ്പ് നൽകുന്ന, കോടതി വഴി സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്ന, അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാം. കോടതി വഴി സ്ഥാപിച്ചെടുക്കുവാൻ കഴിയുന്ന അവകാശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ 12 എന്താണ്? സ്റ്റേറ്റിന്റെ നിർവചനം നമ്മൾ നോക്കി. ഇനി അടുത്ത ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 13 ആണ്. ആർട്ടിക്കിൾ 13. ആർട്ടിക്കിൾ 13 പറയുന്നത് മൗലിക അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ടോ മൗലിക അവകാശങ്ങളെ മറികടന്നുകൊണ്ടോ ഒരു നിയമം പാർലമെന്റിന് നിർമ്മിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്താണ്? മൗലിക അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ടോ മൗലിക അവകാശങ്ങളെ മറികടന്നുകൊണ്ടോ എന്താണ് ഒരു പാർലമെന്റിന് ഒരു നിയമം നിർമ്മിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 13 പറയുന്നത്. മൗലിക അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ടോ മറികടന്നുകൊണ്ടോ പാർലമെന്റിന് നിയമം നിർമ്മിക്കാൻ സാധിക്കില്ല. ഇതാണ് ആർട്ടിക്കിൾ 13 പറയുന്നത്. അതായത് മൗലികാവകാശങ്ങളെ ലംഘിച്ചുകൊണ്ടോ മൗലികാവകാശങ്ങളെ മറികടന്നുകൊണ്ടോ ഒരു നിയമം ആർക്ക് നിർമ്മിക്കാൻ കഴിയില്ല? പാർലമെന്റിനോ സംസ്ഥാന നിയമസഭകൾക്കോ നിയമനിർമ്മാണ സഭകൾക്കോ ഒന്നും തന്നെ എന്ത് കഴിയില്ല? ഇവയെ ലംഘിച്ചുകൊണ്ട്, മൗലികാവകാശങ്ങളെ ലംഘിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല? ഒരു നിയമം നിർമ്മിക്കുവാൻ കഴിയില്ല. അപ്പോൾ ഒരു നിയമം നിർമ്മിക്കുവാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. എന്താണ് നിയമം എന്ന് പറയുന്നത്? എന്താണ് നിയമം? അല്ലെങ്കിൽ വാട്ട് ഈസ് ലോ എന്ന് പറയുന്നത്? എന്താണ് നിയമം? നിയമം എന്ന് പറയുന്നത് ഒന്ന്, പാർലമെന്റ്, നിയമസഭകൾ എന്നിവ നിർമ്മിക്കുന്ന സ്ഥിരം നിയമങ്ങളുണ്ട്. എന്താണ് സ്ഥിരം നിയമങ്ങൾ? അല്ലെങ്കിൽ പെർമനന്റ് ലോസ് എന്ന് പറയും. പെർമനന്റ് ലോസ് അല്ലെങ്കിൽ സ്ഥിര നിയമങ്ങൾ. ഇത് നിർമ്മിക്കുന്നത് ആരാണ്? ഒന്നില്ലെങ്കിൽ പാർലമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ആയിരിക്കും. സംസ്ഥാന നിയമസഭകൾ അല്ലെങ്കിൽ പാർലമെന്റുകളായിരിക്കും ഇത്തരം നിയമങ്ങൾ നിർമ്മിക്കുന്നത്. എന്താണ് പെർമനന്റ് ലോസ്? ഇതെന്താണ് നിയമം എന്ന് പറയുന്നതിന്റെ പരിധിയിൽ വരും. അതായത് പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ ഇവർ നിർമ്മിക്കുന്ന എന്ത് നിയമവും എന്താണ് നിയമം അല്ലെങ്കിൽ ലോ എന്നുള്ളതിന്റെ പരിധിയിൽ വരും. ഇനി രണ്ടാമത്തേത് എന്താണ്? ടെമ്പററി ലോസ് ഉണ്ട്. ടെമ്പററി ലോസ്
അതായത് ഗവർണർമാർ, രാഷ്ട്രപതി തുടങ്ങിയവർ പുറപ്പെടുവിക്കുന്ന താൽക്കാലിക നിയമങ്ങൾ അഥവാ ടെമ്പററി ലോസ്, അതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുക എന്ന് പറയും. എന്താണ് ഓർഡിനൻസ്? താൽക്കാലികമായിട്ട് ഒരു 6 മാസത്തേക്ക് എന്താണ് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് ടെമ്പററി ലോസ് എന്ന് പറയുന്നത്. എന്താണ് ടെമ്പററി ലോസ്? താൽക്കാലിക നിയമങ്ങൾ. അതാരാണ്? ഒന്നില്ലെങ്കിൽ പ്രസിഡന്റ് ആയിരിക്കും, സംസ്ഥാനങ്ങളിലാണെങ്കിൽ അത് ആരായിരിക്കും പുറപ്പെടുവിക്കുക? ഗവർണർമാരായിരിക്കും. ഇതിനെയാണ് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത് ഓർഡിനൻസുകൾ എന്ന് പറയുന്നത്. ഇതും എന്തിന്റെ പരിധിയിൽ വരും? എന്താണ് നിയമം, വാട്ട് ഈസ് ലോ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ കീഴിൽ ഈ പറയുന്ന ഓർഡിനൻസുകളും വരും. ഇത് മാത്രമാണോ? അല്ല. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് കാര്യനിർവഹണ വിഭാഗമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഓർഡറുകളുണ്ട്, ഗവൺമെന്റ് ഓർഡറുകൾ, നോട്ടിഫിക്കേഷൻസ്, ബൈലോ, ഇവയെല്ലാം എന്തിന്റെ പരിധിയിലാണ് വരുന്നത്? നിയമം എന്ന് പറയുന്നതിന്റെ പരിധിയിലാണ് ഇവയെല്ലാം വരുന്നത്. എന്താണ് എക്സിക്യൂട്ടീവ്സ് അഥവാ കാര്യനിർവഹണ വിഭാഗം? ഇവർ പുറപ്പെടുവിക്കുന്ന ഓർഡേഴ്സ് അല്ലെങ്കിൽ എന്താണ് ഗവൺമെന്റ് ഉത്തരവുകൾ, നോട്ടിഫിക്കേഷൻസ്, ബൈലോ, ഇവയെല്ലാം എന്തിന്റെ പരിധിയിൽ വരും? ഈ പറയുന്ന നിയമം എന്നുള്ളതിന്റെ പരിധിയിൽ വരും. പിന്നെ അടുത്ത എന്താണ്? ചില ആചാരങ്ങൾ എന്ത് വരും? ചില ആചാരങ്ങൾ അഥവാ കസ്റ്റംസ് എന്ന് പറയുന്നത് എന്തിന്റെ പരിധിയിൽ വരും? നിയമം അഥവാ ലോ എന്നുള്ളതിന്റെ പരിധിയിൽ വരും. കസ്റ്റംസ് അല്ലെങ്കിൽ എന്താണ് മലയാളത്തിൽ നമ്മൾ ആചാരങ്ങൾ എന്ന് പറയും. അത് ഏത് മതവിഭാഗത്തിൻ്റെതായിക്കോട്ടെ, നിങ്ങളുടെ ആചാരങ്ങൾ, നിങ്ങളുടെ മതവിഭാഗത്തിന്റെ ആചാരങ്ങൾ ഒരു പൗരന്റെ മൗലികാവകാശത്തെ ലംഘിക്കുന്നതാണെങ്കിൽ, നിങ്ങളുടെ ആചാരങ്ങൾ ഒരു പൗരന്റെ മൗലികാവകാശങ്ങളെ ലംഘിക്കുന്നതാണെങ്കിൽ അതിൽ ആരിടപെടും? കോടതി ഇടപെടും. അതുകൊണ്ടാണ് കസ്റ്റംസ് എന്ന് അല്ലെങ്കിൽ ആചാരങ്ങൾ എന്ന് പറയുന്നതും ചില ആചാരങ്ങളും എന്തിന്റെ പരിധിയിൽ വരുന്നത്? നിയമം അഥവാ ലോ എന്നുള്ളതിന്റെ പരിധിയിൽ വരുന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് അഥവാ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നതും എന്തിന്റെ പരിധിയിൽ വരും? നിയമം എന്നുള്ളതിന്റെ പരിധിയിൽ വരും. എന്നാൽ ആദ്യകാലങ്ങളിൽ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് നിയമത്തിന്റെ പരിധിയിൽ വരില്ലായിരുന്നു. എന്നാൽ 1973 കേശവാനന്ദ ഭാരതി കേസിലൂടെ സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവിച്ചു. സുപ്രീം കോടതി പറഞ്ഞു ഭരണഘടനാ ഭേദഗതിയാണെങ്കിലും അതെന്താണ്? അതും നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പൊ അഞ്ചാമത്തേത് എന്താണ്? അഞ്ചാമത്തേത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നതും എന്തിന്റെ പരിധിയിലാണ് വരുന്നത്? നിയമം എന്നുള്ളതിന്റെ പരിധിയിലാണ്. ഏത് കേസിലാണ് ആ വിധി ഉണ്ടായത്? സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് 1973 കേശവാനന്ദ ഭാരതി കേസിലാണ് ഈ പറയുന്ന വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു നിയമം ഒരു പൗരന്റെ മൗലികാവകാശങ്ങളെ ലംഘിക്കുന്ന പക്ഷം നമ്മൾ എന്താണ് പറഞ്ഞത്? പൗരൻ എന്ത് ചെയ്യാൻ കഴിയും? സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കുവാൻ കഴിയും. ഈ സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി എന്ത് ചെയ്യും? ഈ നിയമങ്ങളെ ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ നിയമ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കും. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ? മലയാളത്തിൽ എന്താണ്? നിയമ പുനഃപരിശോധന എന്ന് പറയും. ഈ പറയുന്ന നിയമങ്ങൾ ഏതെങ്കിലും ഒരു പൗരന്റെ മൗലികാവകാശത്തെ ലംഘിക്കുന്നു എന്ന് കാണുക. പൗരൻ എന്ത് ചെയ്യും? കോടതിയെ സമീപിച്ചു. കോടതി ഉടൻ തന്നെ ചെയ്യുക എന്താണ്? ഈ നിയമം പരിശോധിക്കും, പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കും. ഇതെന്താണ്? ഇത് മൗലികാവകാശങ്ങളെ ലംഘിക്കുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന പദം അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ, നിയമ പുനഃപരിശോധന എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും തന്നെ എന്താണ് പ്രത്യക്ഷമായിട്ട് പരാമർശിക്കാത്ത ഒരു കാര്യമാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 13 എന്താ പരോക്ഷമായിട്ട് ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ നിയമ പുനഃപരിശോധനയെ കുറിച്ച് എന്ത് ചെയ്യുന്നത്? പ്രതിപാദിക്കുന്നത്. എവിടെയാണ്?
ആർട്ടിക്കിൾ 13 എങ്ങും ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് എവിടെയും ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഭാഗത്തും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് പരാമർശിക്കുന്നില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ആണ് എന്തെന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 13 എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കും. ഇവിടെ നമ്മൾ പറയുന്നത് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന കേസാണ്. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന പക്ഷം എന്ത് ചെയ്യും, കോടതികൾ ഈ പറയുന്ന നിയമത്തെ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കും. സുപ്രീം കോടതി ഇതിനെ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കുന്നത്, മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ട കേസിൽ സുപ്രീം കോടതി ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ നിയമ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. എന്താണ്, സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 പ്രകാരമാണ് എന്താ ഇവിടെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന കേസിൽ ജുഡീഷ്യൽ റിവ്യൂ നടപ്പിലാക്കുന്നത്. ഹൈക്കോടതിയാണെങ്കിലോ, ഹൈക്കോടതി ആർട്ടിക്കിൾ 226 വകുപ്പ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്, ജുഡീഷ്യൽ റിവ്യൂ നടപ്പിലാക്കുന്നത്. എന്ത് കേസിലാണെന്നുള്ളത് ഈ ആർട്ടിക്കിൾ 32 എന്ന് പറഞ്ഞാൽ ഭരണഘടനാ ഭേദഗതിക്കുള്ള അവകാശമാണ്, ഒരു പൗരന്റെ മൗലിക അവകാശമാണ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. ഇത് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോഴാണ് ഈ ആർട്ടിക്കിൾ 32ഉം ആർട്ടിക്കിൾ 226ഉം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ആ നിയമത്തെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും പരിശോധിക്കുന്നത്. ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് പരോക്ഷമായിട്ട് ഏത് ആർട്ടിക്കിളിലാണ് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാലോ, അത് ആർട്ടിക്കിൾ 13ലാണ്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ കോടതി എന്ത് ചെയ്യും, ഇത് പരിശോധിക്കും, ആ നിയമത്തെ ഇഴകീറി പരിശോധിക്കും. ഈ നിയമത്തെ പരിശോധിക്കുമ്പോൾ കോടതിക്ക് ബോധ്യപ്പെടുകയാണ് ഈ നിയമം എന്നുള്ളത് ഒരു പൗരന്റെ മൗലികാവകാശത്തെ ലംഘിക്കുന്നതാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്ന പക്ഷം കോടതി എന്ത് ചെയ്യും, ആ നിയമത്തെ റദ്ദ് ചെയ്യുവാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് അല്ലെങ്കിൽ ഹൈക്കോടതിക്കുണ്ട്. എന്താണ് മനസ്സിലാക്കുക, അതായത് ഒരു നിയമം പാസാക്കി, ആ നിയമം എന്താണ്, ഒരു പൗരന്റെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടു, അവൻ കോടതിയെ സമീപിച്ചു, കോടതി ആ നിയമം എന്ത് ചെയ്തു, നിയമ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കി. കോടതി മനസ്സിലാക്കുന്നു എന്തെന്ന്, ആ നിയമം പൗരന്റെ മൗലികാവകാശത്തെ ലംഘിക്കുന്നതാണ് എന്ന് കോടതി മനസ്സിലാക്കിയാൽ ഉടൻ തന്നെ കോടതി എന്ത് ചെയ്യും, ആ നിയമത്തെ റദ്ദ് ചെയ്യുന്നതിനായിട്ടുള്ള അധികാരം ആർക്കുണ്ട്, കോടതിക്കുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, നിയമ പുനഃപരിശോധന അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുക. അപ്പോ ഈ മൗലികാവകാശങ്ങളുടെ കേസിൽ മാത്രമല്ല ജുഡീഷ്യൽ റിവ്യൂ നടക്കുന്നത്. ഏതൊരു നിയമവും ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാവും. പ്രത്യേകിച്ച് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള അധികാര തർക്കങ്ങൾ എന്താണ്, ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാറുണ്ട്. എന്താണ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കങ്ങൾ എന്തിന് വിധേയമാക്കാറുണ്ട്, തർക്കങ്ങളും ഈ പറയുന്ന ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയം ആക്കാറുണ്ട്. അപ്പോൾ ഇതെന്താണ്, ഈ പറയുന്നത് തെറ്റാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ, അതായത് മൗലികാവകാശങ്ങളെ ആ നിയമം ലംഘിക്കുന്നു എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്ന പക്ഷം ഉടൻ തന്നെ കോടതി എന്ത് ചെയ്യും, ആ നിയമത്തെ റദ്ദു ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താണ് സ്റ്റേറ്റ് എന്ന് നമ്മൾ നോക്കി, എന്താണ് നിയമം, അത് ലംഘിക്കപ്പെട്ടാൽ എങ്ങനെയാണ് നമ്മൾ സുപ്രീം കോടതിയെ അല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുന്നത്, അവിടെ നിന്ന് എങ്ങനെയാണ് അത് പരിഹരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നിയമം പറഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു, എന്താണ് നിയമം എന്ന് പറഞ്ഞപ്പോൾ അതിൽ 5ാമതായി നമ്മൾ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് ഭരണഘടനാ ഭേദഗതികൾ എന്ന് പറയുന്നത് എന്താകും, അത് നിയമത്തിൽ വരും. എങ്ങനെയാണ് അത് നിയമത്തിന്റെ ഭാഗമായത്, അത് 1973 കേശവാനന്ദ ഭാരതി കേസിലൂടെയാണ് എന്തെന്ന് പറഞ്ഞത്, അതിന്റെ ഭാഗമായി മാറിയത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താണ് കേശവാനന്ദ ഭാരതി കേസ് എന്നുള്ളത് നോക്കാൻ പോവുകയാണ്. കേശവാനന്ദ ഭാരതി കേസ് നടക്കുന്നത് 1973 1973 കേശവാനന്ദ ഭാരതി കേസ് നടക്കുന്നത്. അതായത് കേരളത്തിൽ കാസർഗോഡുള്ള എടനീർ മഠാധിപതിയായിരുന്നു ചെറുപ്പക്കാരനായിട്ടുള്ള കേശവാനന്ദ ഭാരതി എന്ന് പറയുന്നത്. ആ സമയത്ത്
കേരളത്തിൽ എന്താണ് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുന്ന സമയമാണ്. അപ്പോൾ എന്താണ് കേശവാനന്ദ ഭാരതിയുടെ മഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചധികം സ്ഥലങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നു, സർക്കാർ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നു. ഇതിനെതിരെയാണ് കേശവാനന്ദ ഭാരതി എന്ത് ചെയ്യുന്നത്, ഒരു റിട്ട് ഹർജിയുമായിട്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. അദ്ദേഹത്തിന്റെ എന്താണ് മതവിഭാഗങ്ങൾക്കുള്ള അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്ന് കാണിച്ചുകൊണ്ട്, മൗലികാവകാശം ലംഘിക്കപ്പെടുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കേശവാനന്ദ ഭാരതി സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുമ്പോൾ, ഇന്ത്യൻ നിയമരംഗത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന ഒരു കേസാണ് എന്തെന്ന് പറയുന്നത്, കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത്. എന്നാൽ കേശവാനന്ദ ഭാരതിയാണ് ഈ കേസ് തുടക്കം കുറിച്ചത്. അതായത് ആദ്യത്തെ പെറ്റീഷണർ കേശവാനന്ദ ഭാരതിയാണ്. അതുകൊണ്ട് ഈ കേസ് കേശവാനന്ദ ഭാരതിയുടെ പേരിൽ അറിയപ്പെടുന്നേ ഉള്ളൂ. കേശവാനന്ദ ഭാരതി ഈ പെറ്റീഷൻ കൊടുത്തു. എന്നാൽ പിന്നീട് ഈ കേസ് നടത്തിയത് ഉത്തരേന്ത്യയിലുള്ള പ്രമാണിമാരായിട്ടുള്ള ചില ആളുകളാണ്. കാരണം അതേസമയം തന്നെയാണ് ഉത്തരേന്ത്യയിൽ കൽക്കരി എന്ത് ചെയ്യുന്നു, പൊതുമേഖലയാക്കുന്നു, ബാങ്ക് ദേശസാൽക്കരണം നടത്തുന്നു ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ഈ കേശവാനന്ദ ഭാരതി കൊടുത്ത റിട്ടിന് പുറകിലായിട്ട് ഇവരെല്ലാം ജോയിൻ ചെയ്യുന്നു. ഇവർക്ക് വേണ്ടിയിട്ട് നാനി പൽക്കിവാല എന്ന് പറയുന്ന 1973 തന്നെ ലക്ഷങ്ങൾ ഒരു സിറ്റിങ്ങിന് വാങ്ങുന്ന നാനി പൽക്കിവാല എന്താവുന്നു, അഡ്വക്കേറ്റ് ആയിട്ട് വരുന്നു ഇവർക്ക് വേണ്ടി വാദിക്കുന്നതിനായിട്ട്. അപ്പോൾ ഈ കേസ് പറയുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ രൂപീകരണം തുടങ്ങി തന്നെ ഇന്ത്യയുടെ ജുഡീഷ്യറിയും ഇന്ത്യയുടെ പാർലമെന്റ്, അതായത് മന്ത്രിസഭയും തമ്മിലുള്ള ഒരു അസ്വാരസ്യങ്ങൾ എന്നും നിലനിന്നിരുന്നു ഇന്ത്യൻ ചരിത്രത്തിൽ. അതായത് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത്, എച്ച് ജെ കനിയെ നിയമിക്കുന്നത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന് തീരെ താല്പര്യമുണ്ടായിരുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല എച്ച് ജെ കനിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷം സുപ്രീം കോടതിയെ കൂച്ചുവിടിലങ്ങിടുന്നതിനായിട്ട് പല നിയമങ്ങളും പാർലമെന്റ് പാസ്സാക്കുന്നു. അപ്പോൾ പാർലമെന്റും കോടതികളും തമ്മിലുള്ള ഒരു അസ്വാരസ്യം നിലനിൽക്കുന്ന സമയത്താണ് ഈ കേശവാനന്ദ ഭാരതി കേസ് വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് കേശവാനന്ദ ഭാരതി കേസിൽ കേശവാനന്ദ ഭാരതിക്ക് അനുകൂലമായിട്ടാണ് വിധികൾ ഉണ്ടായത് എന്നാണ് എല്ലാവരും കരുതുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഏകദേശം ഒരു 95% ഗവൺമെന്റിന് അനുകൂലമായിരുന്നു കേശവാനന്ദ ഭാരതി കേസിലെ വിധികൾ. അതായത് കേശവാനന്ദ ഭാരതിയുടെയും മറ്റുള്ള ആളുകളുടെയും ഈ പ്രോപ്പർട്ടികളൊക്കെ ഏറ്റെടുത്തത് ശരിക്കു പറഞ്ഞാൽ സുപ്രീം കോടതി അത് ശരിയാണ്, അത് സർക്കാർ ചെയ്തത് ശരിയാണ് എന്നുള്ളത് അംഗീകരിക്കുകയാണ് ഈ വിധിയുമായി ബന്ധപ്പെട്ടുണ്ടായത്. നമുക്ക് ഈ കേശവാനന്ദ ഭാരതിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, കേശവാനന്ദ ഭാരതി കേസിലാണ് ആദ്യമായിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്നും അത് ഭേദഗതി ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞത്. അതാണ് ഈ കേശവാനന്ദ ഭാരതി കേസിനെ സംബന്ധിച്ച് നമുക്ക് PSC പഠിക്കുന്ന ആളുകൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതാണ്. അതായത് കേശവാനന്ദ ഭാരതി കേസിലാണ് ആദ്യമായിട്ട് പറയുന്നത് ആമുഖം അഥവാ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ്, അത് ആർട്ടിക്കിൾ 368 പ്രകാരം എന്ത് ചെയ്യാൻ കഴിയും, ഭേദഗതി ചെയ്യാൻ കഴിയും. പക്ഷേ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റം വരുത്താൻ പാടില്ല എന്നുള്ളതാണ് ഈ കേശവാനന്ദ ഭാരതി കേസിൽ. അതിനു മുമ്പ് ബർബാരി കേസ് 1960 ബർബാരി കേസിൽ അന്നത്തെ സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്നായിരുന്നു. എന്നാൽ ഈ വിധിയെ തള്ളിക്കൊണ്ടാണ് കേശവാനന്ദ ഭാരതി കേസിൽ എന്ത് പറയുന്നത്, പ്രിയാമ്പിൾ is a part of Indian Constitution. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞ കേസാണ് എന്തെന്ന് പറഞ്ഞത്, കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറഞ്ഞത്. മാത്രമല്ല വളരെ ഒരു പ്രശസ്തമായിട്ടുള്ള മറ്റൊരു വിധിവാചകം കൂടി, അതായത് പാർലമെന്റിനെ നിയന്ത്രിക്കുന്നതിനായിട്ട്, പാർലമെന്റിന്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യുന്നതിനായിട്ട് ഈ വിധിഭാഗത്തിൽ ഒരു പ്രധാന കാര്യം കൂടി സുപ്രീം കോടതി കൂട്ടിച്ചേർത്തു. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന അഥവാ ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കുന്ന യാതൊരു നിയമനിർമ്മാണങ്ങളും പാർലമെന്റിന് നടത്താൻ കഴിയില്ല എന്ന ഈ കേശവാനന്ദ ഭാരതി കേസിൽ എന്ത് ചെയ്തു,
കോടതി വിധിച്ചു. അതായത് ഞാൻ പറഞ്ഞു 95% സർക്കാരിന് അനുകൂലമായിരുന്നു വിധി. എന്നാൽ ഇങ്ങനെയൊരു പൂട്ട് എന്ത് ചെയ്തു? സുപ്രീം കോടതി പാർലമെന്റിനെതിരായി ഈ കേസിൽ ഇട്ടു. എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്ക് ഭേദഗതി ചെയ്യാനൊക്കെ പാർലമെന്റിന് അധികാരമുണ്ട്, പക്ഷെ എന്ത് പാടില്ല? ഭരണഘടനയ്ക്ക് ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്, അടിസ്ഥാന ഘടനയുണ്ട്, അതിന് മാറ്റം വരുത്താൻ പാടില്ല എന്ന് പറഞ്ഞു. എന്താണ് ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവം മാറ്റുന്ന നിയമങ്ങൾ പാർലമെന്റിന് നിയമിക്കാൻ കഴിയില്ല. എന്താണ്? അതായത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആമുഖം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു, അത് ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞ എന്താണ്? അടിസ്ഥാന സ്വഭാവം, അതായത് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കാനോട്ട് ബി ചേഞ്ച്ഡ്. അതായത് അടിസ്ഥാന സ്വഭാവം മാറ്റുന്നതിനായിട്ട് പാർലമെന്റിന് അധികാരമില്ല എന്ന് കൂടി കോടതി പറഞ്ഞു. എന്നാൽ എന്താണ് അടിസ്ഥാന സ്വഭാവം അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് കോടതി പറഞ്ഞില്ല. പിന്നെ എന്താണ് ചെയ്തത്? അത് പിന്നീട് പിൽക്കാലങ്ങളിൽ വരുന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് കോടതി പിന്നീട് എന്താണ് അതിനെക്കുറിച്ച് പറയുകയാണ് ഉണ്ടാവുക. അതായത് എന്താണ് ബേസിക് സ്ട്രക്ചർ എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള വിശദീകരണം ഈ കേസിൽ പറഞ്ഞില്ല. അത് ഓരോ കേസ് വരുന്നതിനനുസരിച്ച് കോടതി തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അതായത് ഇപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത്, സെക്യുലറിസം അഥവാ മതേതരത്വം എന്ന് പറയുന്നത്, പിന്നെന്താണ് യൂണിയൻ എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിയെയും തമ്മിൽ വേർതിരിക്കുക എന്ന് പറയുന്നത്, ഇതെല്ലാം എന്താണ്? ഇതൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറാണ്. ഇത് ഓരോ സംഭവങ്ങൾക്കനുസൃതമായിട്ട് അത് ബേസിക് സ്ട്രക്ചർ ആണെന്ന് കോടതികൾ തീരുമാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്താണ് ജനാധിപത്യം, മതേതരത്വം എന്നൊക്കെ പറയുന്നത് എന്താണ്? അതൊരു ബേസിക് സ്ട്രക്ചറാണ്. അതിൽ മാറ്റം വരുത്തുവാൻ ആർക്ക് അധികാരമില്ലെന്നാണ് പറഞ്ഞത്? പാർലമെന്റിന് അധികാരമില്ല എന്ന് കൂടി പറഞ്ഞു. പിന്നെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് അഥവാ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് എന്തിന്റെ ഭാഗമായിട്ട് വരും? അത് ലോ അഥവാ നിയമത്തിന്റെ ഭാഗമായിട്ട് വരുമെന്ന് കൂടി ഈ കോടതി വിധിയിൽ പറഞ്ഞു. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് അഥവാ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് എന്താണ്? അത് നിയമം തന്നെയാണ്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്ന് പറയുന്നത്? അതും നിയമം തന്നെയാണ്. അപ്പോൾ രണ്ട് കേസുകൾ നമുക്ക് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് പറഞ്ഞ കോടതി വിധി ഏതാണ്? അത് 1960 ബെർബാരി കേസാണ്. അത് മനസ്സിലാക്കണം. ഭാഗമാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ കോടതി വിധി ഏതാണ്? അത് കേശവാനന്ദി ഭാരതി കേസാണ് 1973. അതിൽ കൂടി എന്ത് പറഞ്ഞു? അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്ന നിയമങ്ങൾ നിർമ്മിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഭരണഘടനാ ഭേദഗതി എന്നുള്ളത് എന്താണ്? പാർട്ട് ഓഫ് എ ലോ, നിയമത്തിന്റെ ഭാഗമാണ് എന്ന് കൂടി എന്ത് ചെയ്തു? സുപ്രീം കോടതി ഈ വിധിയിൽ പ്രസ്താവിക്കുകയുണ്ടായി. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മളിനി അടുത്ത ക്ലാസ് മുതൽ എന്തിലേക്ക് കിടക്കുകയാണ്? നമ്മളുടെ മൗലികാവകാശങ്ങൾ ഓരോന്നായിട്ട് പഠിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇത്രയും കഴിഞ്ഞത് എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. നമ്മളെന്താണ് മൗലികാവകാശങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.